എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് നാളായി ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ആരംഭിച്ചത്. അറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറിന്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രചോദിപ്പിക്കുന്ന ഒരു ബുക്കാണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് നാള് വായിക്കണം എന്ന് കരുതി ഇപ്പോൾ എൻ്റെ കൈ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഒരു പ്രചോദനം നൽകുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വായിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ റിവ്യൂ ഇടാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ എന്നാണ് ഇതിന്റെ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത്. അപ്പൊ ജെയിംസ് ക്ലിയർ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ചില കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം തുടങ്ങുന്നത്. ആ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് നിങ്ങളെ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കഥകളൊക്കെ കിട്ടും. സോ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ശീലങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഞാനത് വായിക്കാം. ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ അവഗണിക്കാനും ഒരു പ്രധാന നിമിഷത്തെ വലിയതായി കാണാനുമാണ് നമുക്ക് പൊതുവെ താല്പര്യം, അല്ലെ? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസേന ചെയ്യുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾ, അല്ലെ? പക്ഷെ അതൊന്നും നമ്മളുടെ ഒരു ശ്രദ്ധയിൽ വരില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? പെട്ടെന്നുണ്ടാക്കുന്ന ഒരു എന്താണ് റിസൾട്ട്, അല്ലെ? പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവണം, പെട്ടെന്നൊരു കാര്യം ചെയ്ത് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ജെയിംസ് ക്ലിയർ പറയുന്ന ഈ കാര്യം എന്ന് പറഞ്ഞാൽ, ചെറിയ കാര്യങ്ങൾ, ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റം കൊണ്ടുവരാം. അപ്പൊ ഞാനത് വായിക്കാം. ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ അവഗണിക്കാനും ഒരു പ്രധാന നിമിഷത്തെ വലിയതായി കാണാനുമാണ് നമുക്ക് പൊതുവെ താല്പര്യം. വലിയ വിജയങ്ങൾക്ക് വലിയ പ്രവൃത്തികൾ വേണമെന്നാണ് നാം നമ്മെ തന്നെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അതിന് ഉദാഹരണം പറയുന്നത്, ശരീരഭാരം കുറയ്ക്കാനായാലും ഒരു പുതിയ സംരംഭം തുടങ്ങാനോ പുസ്തകം എഴുതാനോ ചാമ്പ്യൻഷിപ്പ് ജയിക്കാനോ മറ്റേത് കടമ്പ കടക്കാനായാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിൽ വലിയ ചില മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനാണ് നാം ശ്രമിക്കുക. അതേസമയം 1% മാറ്റം ആര് ശ്രദ്ധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ അതിൽ ശ്രദ്ധിക്കാൻ മാത്രം ഒന്നും ഉണ്ടാകണമെന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 1% മാറ്റം ശ്രദ്ധിക്കാത്തത്. ദിവസേന ഉണ്ടാകുന്ന 1% മാറ്റം നമ്മൾ ആരും ശ്രദ്ധിക്കാത്തതിന്റെ കാരണം അതാണെന്നാണ് ജെയിംസ് ക്ലിയർ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി മറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാറ്റം അതിവേഗം നടക്കാത്തത് കൊണ്ടാണ് ചീത്ത ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നത്. അതായത് ചീത്ത ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളൊന്നും വേണ്ട. അത് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ശീലങ്ങൾ, അത് ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. നല്ല ശീലങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ദിവസേന 1% അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ് വരുത്തിയാലേ നമുക്ക് നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ചീത്ത ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഒരു പാടില്ല. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചീത്ത ശീലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ അത് പറയുന്നുണ്ട്. ചീത്ത ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നത് അതിവേഗമാണ്. പിന്നെ നിങ്ങളുടെ ശീലങ്ങളുടെ ആകെ തുകയാണ് നിങ്ങളുടെ വിജയ പരാജയങ്ങൾ, ഇല്ലേ? നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളുടെ ആകെ തുകയാണ് നിങ്ങളുടെ മൂല്യം. നിങ്ങളുടെ ഭക്ഷണശീലങ്ങളുടെ ആകെ തുകയാണ് നിങ്ങളുടെ ശരീരഭാരം. നിങ്ങളുടെ പഠനശീലങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളുടെ അറിവ്. നിങ്ങളുടെ വൃത്തിശീലങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളുടെ അലങ്കോലപ്പെട്ട ഇടം. നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുക, ഇല്ലേ? ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നത് നല്ല ശീലങ്ങളാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. പക്ഷെ ആ മാറ്റം ഉണ്ടാകുന്നത് പെട്ടെന്നൊരു മാറ്റമല്ല. പതുക്കെ പതുക്കെ ആ ശീലങ്ങൾ
പിന്തുടരുകയും അതിനോടൊപ്പം നമ്മൾ കൂട്ടുകൂടുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കാണിക്കും. പക്ഷെ ചീത്ത ശീലങ്ങൾ അങ്ങനെയല്ല. ചീത്ത ശീലങ്ങൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ജീവിതത്തിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഈ ഒരു അധ്യായം പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. വിജയവും പരാജയവും തമ്മിലുള്ള അന്തരത്തെ സമയമാണ് വലുതാക്കി കാണിക്കുന്നത്. സമയത്തിലേക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് ഇരട്ടിയാക്കപ്പെടും. അപ്പൊ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവിതത്തിന്റെ സമയം നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് എങ്ങനെയുള്ള ശീലങ്ങൾ വളർത്താനാണ്? നല്ല ശീലങ്ങൾ വളർത്താനാണോ അതോ ചീത്ത ശീലങ്ങൾ വളർത്താനാണോ? ഇവ ചീത്ത ശീലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ സമയം നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് സ്വാഭാവികമായിട്ടും ഡെവലപ്പ് ചെയ്യും. ചീത്ത ശീലം, ഇപ്പൊ ഈഗോ പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ചില ശീലങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നല്ല ശീലങ്ങൾ സമയത്തെ നിങ്ങളുടെ മിത്രവും ചീത്ത ശീലങ്ങൾ സമയത്തെ നിങ്ങളുടെ എതിരാളിയുമാക്കും. പിന്നെ ഈ ഒരു അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ശീലങ്ങള് ഇരുതല മൂർച്ചയുള്ള വാളാണ്. നല്ല ശീലങ്ങൾ നിങ്ങളെ വളർത്തുന്നത് പോലെ തന്നെ ചീത്ത ശീലങ്ങൾക്ക് നിങ്ങളെ തകർക്കാനും കഴിയും. മനസ്സിലായോ? ഇരുതല മൂർച്ചയുള്ള വാളാണ് നിങ്ങളുടെ ശീലങ്ങൾ. നല്ല ശീലങ്ങൾ നിങ്ങളെ വളർത്തും, മറ്റേ തല നിങ്ങൾ ചീത്ത ശീലമാണെങ്കിൽ അത് നിങ്ങളെ തകർക്കുകയും ചെയ്യും. ഓക്കെ, സോ ഈ അധ്യായത്തില് അമ്പരപ്പിക്കുന്ന ശീലങ്ങളുടെ ശക്തിയെ പറ്റി ഈ ജെയിംസ് ക്ലിയർ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ശീലമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കേണ്ടത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടത് എന്നതിന്റെ ഒരു വിശദമായ ഒരു അവലോകനമാണ് ജെയിംസ് ക്ലിയർ ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. അടുത്ത അധ്യായത്തിലെ ഒരു റിവ്യൂവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും ചീത്ത ശീലങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കാനുമുള്ള കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.